63 ഹെക്ടറിലായി പരന്നുകിടക്കുന്ന ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്ര സമുച്ചയത്തിൽ 21 ഗോപുരങ്ങളുണ്ട്. 20 ഗോപുരങ്ങളും വർണ്ണശബളമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും കിഴക്കേ ഗോപുരം മാത്രം എക്കാലവും വെള്ള നിറത്തിലാണ്. വെള്ളായി ഗോപുരം എന്നറിയപ്പെടുന്ന ഈ ഗോപുരത്തിന് പിന്നിൽ രക്തം പുരണ്ട ആത്മത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും ചരിത്രമുണ്ട്. വെള്ളായി എന്നാൽ വെളുപ്പ് എന്നാണെങ്കിലും ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്ന വെള്ളായിയുടെ ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും സ്മരണയ്ക്കായാണ് ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ള വെള്ളായി ഗോപുരം വെള്ളനിറം മാത്രം പൂശി നിലനിർത്തുന്നത്. 1323 ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം ആക്രമിച്ച സുൽത്താൻ്റെ ശക്തികൾ 12,000-ഓളം ആളുകളെ വധിക്കുക മാത്രമല്ല ക്ഷേത്ര സ്വത്തുക്കൾ കൈക്കലാക്കുകയും ചെയ്തു. കൂടാതെ ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കരുതി രാംപെരുമാളിൻ്റെ വിഗ്രഹം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ദേവവിഗ്രഹം രക്ഷിക്കാനുള്ള സമയം ലഭിക്കാനായി വെള്ളായി മണിക്കൂറുകളോളം സൈന്യാധിപന് മുന്നിൽ നൃത്തം ചെയ്യുകയും പിള്ളൈ കൊച്ചാരിന് ദേവവിഗ്രഹവുമായി രക്ഷപ്പെടാനുള്ള സമയം നേടിക്കൊടുക്കുകയും ചെയ്തു. സേനാധിപനെ വശീകരിച്ച വെള്ളായി ഗോപുരത്തിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും താഴേക്ക് തള്ളിയിട്ട് വധിക്കുകയും ചെയ്തു. അതേ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മത്യാഗം ചെയ്ത വെള്ളായിയുടെ ഓർമ്മയ്ക്കായാണ് ഗോപുരം ഇപ്പോഴും വെള്ള നിറമായി സംരക്ഷിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.